ഈ ആഴ്ചയിൽ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട തൊഴിൽ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ 1059 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ വിവിധ വിഭാഗങ്ങളിലായി 1059 ഒഴിവുകളുണ്ട്. പ്രോജക്ട് എഞ്ചിനീയർ, ട്രെയിനി എഞ്ചിനീയർ തുടങ്ങിയ തസ്തികയിലേക്കാണ് നേരത്തെ അപേക്ഷ ക്ഷണിച്ചിരുന്നത്. ഇപ്പോൾ പഞ്ച്കുലയിലെ ബാംഗ്ലൂർ എക്സ്പോർട്ട് മാനുഫാക്ചറിംഗ് SBU IPSS പ്രോജക്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് bellindia.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. ഓരോ തസ്തികയ്ക്കനുസരിച്ചുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. BE, BTech, BSc, BR എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാനാകും. HR തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ MBA യോഗ്യത ഉണ്ടായിരിക്കണം. എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ട്രെയിനി ഓഫീസർ, എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ 200 രൂപയാണ് അപേക്ഷാ ഫീസ്. പ്രോജക്ട് ഓഫീസർ തസ്തികയിലേക്കുള്ള അപേക്ഷാ ഫീസ് 500 രൂപയാണ്. SC, ST, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസില്ല. നഴ്സിംഗ് പ്രവേശനത്തിന് ദേശീയതലത്തിൽ പൊതുപരീക്ഷ വരുന്നു. പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കാനും പൊതുപരീക്ഷ അഥവാ എക്സിറ്റ് എക്സാം ജയിക്കണം. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് പകരം രൂപീകരിക്കുന്ന നാഷണൽ നഴ്സിംഗ് മിഡ്വൈഫറി കമ്മീഷന്റെ കരട് നയത്തിലാണ് ഇതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഉള്ളത്. നഴ്സിംഗ് പഠന സ്ഥാപനങ്ങളുടെ നടത്തിപ്പ്, അക്കാദമിക് നിലവാരം എന്നിവയെല്ലാം ഉറപ്പാക്കുന്ന കമ്മീഷന് കീഴിൽ 4 ബോർഡുകളുണ്ടാകും. ബിരുദാനന്തര ബിരുദ പഠനങ്ങൾക്ക് UG, PG എഡ്യൂക്കേഷൻ ബോർഡുകൾ രൂപീകരിക്കും. സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അസസ്മെന്റ് ആൻഡ് റേറ്റിംഗ് ബോർഡ് കൈകാര്യം ചെയ്യും. നഴ്സുമാരുടെ രജിസ്ട്രേഷന് എത്തിക്സ് ആൻഡ് രജിസ്ട്രേഷൻ ബോർഡ് വരും. റെയിൽവേയിൽ 523 അപ്രന്റീസ് ഒഴിവുകൾ. ഡിസംബർ 1 വരെ അപേക്ഷിക്കാം. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ 413 അപ്രന്റീസും റായ്ബറേലിയിലെ മോഡേൺ കോച്ച് ഫാക്ടറിയിൽ 110 അപ്രന്റീസ് ഒഴിവുകളുമുണ്ട്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ റായ്പൂരിലെ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഓഫീസിലും വാഗൺ റിപ്പയർ ഷോപ്പിലുമാണ് അവസരം. ഓൺലൈനായി വേണം അപേക്ഷിക്കാൻ. പ്രായപരിധി 15 വയസ്സ് പൂർത്തിയായിരിക്കണം. 24 വയസ്സ് കവിയാൻ പാടില്ല. SC, ST വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും വിമുക്ത ഭടൻ ഭിന്നശേഷി വിഭാഗത്തിന് 10 വർഷവും വരെ വയസ്സിളവ് ലഭിക്കും. അപേക്ഷ അയക്കേണ്ട വിധം സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ അപേക്ഷിക്കാനായി www.apprenticeship.india.org എന്ന വെബ്സൈറ്റ് കാണുക. വിശദവിവരങ്ങൾക്ക് indianrailway.gov.in എന്ന വെബ്സൈറ്റ് കാണുക. മോഡേൺ കോച്ച് ഫാക്ടറിയിൽ അപേക്ഷിക്കാനായി www.mcfrecruitment.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 1. +2 പാസ്സായവർക്ക് പോസ്റ്റൽ അസിസ്റ്റന്റ് ആവാം. 32,565 രൂപ മുതൽ തുടക്കശമ്പളം പ്രതീക്ഷിക്കാം. 5000-ൽ കൂടുതൽ ഒഴിവുകളുണ്ട്. തപാൽ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് പരീക്ഷ നടത്തുന്നത്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 15/12/2020. അപേക്ഷ സമർപ്പിക്കാനും കൂടുതൽ വിവരങ്ങൾക്കുമായി SSAയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. +2 മുതൽ യോഗ്യതയുള്ളവർക്ക് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവസരം. വിവിധ തസ്തികകളിലായി നിരവധി ഒഴിവുകളുണ്ട്. 20,000 രൂപ മുതൽ 75,000 രൂപ വരെ തുടക്കശമ്പളം പ്രതീക്ഷിക്കാം. ഓൺലൈനായി വേണം അപേക്ഷിക്കാൻ. 18/11/2020 അപേക്ഷിക്കേണ്ട അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ, നോട്ടിഫിക്കേഷൻ മുതലായവയ്ക്കായി കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി ഒരാഴ്ചയിൽ നിങ്ങൾ അറിയേണ്ട തൊഴിൽ വാർത്തകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.